നാടെങ്ങും ലോകകപ്പ് ആവേശത്തിലാണ്. അതിനിടയിൽ ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീം ഒരു മികച്ച വിജയം നേടി സാഫ് ഗെയിംസിൽ. ആ ടീമിൽ ഉൾപ്പെട്ട ഒരു മലയാളിയുണ്ട്. 26 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ച കാസർഗോഡ് മടിക്കൈ ബംഗളത്തെ മാളവിക കളിയുടെ വിശേഷങ്ങളുമായി ഇപ്പോൾ കൂടെ ചേരുകയാണ്. സാഫ് ഗെയിംസിൽ ഒരു മികച്ച വിജയമാണ് ഇന്ത്യ നേടിയത്. ഇന്ത്യൻ വനിതാ സീനിയർ ടീം രണ്ടാമത്തെ ഒരു രാജ്യാന്തര കിരീടമാണ് നേടുന്നത്. ആ ടീമിനോടൊപ്പവും മാളവിക ഉണ്ടായിരുന്നു. എന്താണ് ഈ നിമിഷം തോന്നുന്നത്? നല്ല സന്തോഷമുണ്ട്. 7 വർഷത്തിന് ശേഷമാണ് സാഫ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ അഗൈൻ മെഡൽ നേടുന്നത്. സോ ആ ഒരു ടീമിൽ കളിക്കാൻ പറ്റിയത് നല്ല സന്തോഷമുണ്ട്. ഇറ്റ്സ് ലൈക്ക് പ്രൗഡ് മൊമെൻറ്റ്. ഞാൻ സൂചിപ്പിച്ചിരുന്നു, വർഷങ്ങൾക്ക് ശേഷം ഒരു കാൽനൂറ്റാണ്ടിന് ശേഷമൊക്കെയാണ് ഒരു മലയാളി വനിത ഇന്ത്യൻ സീനിയർ ടീമിൽ ഇടം പിടിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ ആ ഇന്ത്യയുടെ മികച്ച വിജയങ്ങൾക്കൊപ്പം ഭാഗമാവുകയും ചെയ്യും. അതാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ടീമിൽ കളിച്ച ഒരു മലയാളി എന്ന് പറയുന്നത് തന്നെ ഒരു കേരളത്തിൽ നിന്ന് അത് ഒരാൾ മാത്രം. അപ്പോൾ അതിൽ നല്ല ഹാപ്പിയാണ്. എന്താ പറയുക, എല്ലാവരുടെ സപ്പോർട്ടും കൊണ്ട് കളിക്കാൻ പറ്റുന്നു. നമ്മുടെ ബംഗളത്ത് നിന്നാണ് ഇങ്ങനെ കളിച്ചു വളർന്നത്. അപ്പോൾ ഒരു കളിയുടെ ഒരു വളർച്ച എങ്ങനെയായിരുന്നു? കളീൻ്റെ വളർച്ച എന്ന് പറയുന്നത് ലൈക്ക് ഞാൻ 5ാം ക്ലാസ് മുതലാണ് കളി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴേ ഇന്ത്യക്ക് വേണ്ടി കളിക്കാമെന്ന് പറയുന്ന ഒരു സ്വപ്നമായിരുന്നു. ലൈക്ക് 10 വർഷത്തോളമുള്ള സ്വപ്നം. അത് ലാസ്റ്റ് ഞാൻ എന്താണോ വർക്ക് ചെയ്തത് അതിൻ്റെ ഉള്ള റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇന്ത്യൻ ടീമിന് കളിക്കാൻ പറ്റി. നമ്മളിപ്പോൾ എല്ലായിടത്തും ലോകകപ്പ് ആവേശമാണ്. സാധാരണ നിലയിൽ ആളുകൾ പരസ്പരം കാണുമ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ ഏത് ടീമിൻ്റെ ഫാനാണെന്ന് ചോദിക്കും. അപ്പോൾ ഒരു ഫുട്ബോൾ താരമാകുമ്പോൾ എന്തായാലും ചോദിക്കേണ്ട ചോദ്യമാണ്. അപ്പോൾ ആരെയാണ് ഇഷ്ടം? റൊണാൾഡോ. പോർച്ചുഗൽ ഫാനാണോ? നോ, ബ്രസീൽ ഫാനാണ്. അതെങ്ങനെയാണ് ബ്രസീൽ ഫാനും ഇഷ്ടപ്പെട്ട താരം റൊണാൾഡോയും ആകുന്നത്? അത് എന്താ പറയുക, വേൾഡ് കപ്പ് കാണുമ്പോഴേ ബ്രസീലിൻ്റെ ഒരു ഫാനാണ്. ബട്ട് പേഴ്സണലി നോക്കുമ്പോൾ പ്ലെയർ വെച്ച് നോക്കുമ്പോൾ റൊണാൾഡോൻ്റെ മെൻറ്റാലിറ്റിയും ഡെഡിക്കേഷനും എല്ലാം വെച്ച് നോക്കുമ്പോൾ റൊണാൾഡോ. ബട്ട് റൊണാൾഡോക്ക് വേണ്ടിയിട്ട് പോർച്ചുഗൽ ജയിക്കണം എന്നുണ്ട്. സ്വാഭാവികമായിട്ട് എല്ലാവരും പറയുന്നത് പോർച്ചുഗലിന് ഇത്തവണ ജയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. കാരണം റൊണാൾഡോ ഇത്രയും മികച്ച ഒരു താരത്തിന് ഒരു ലോകകപ്പ് കൂടി നേരട്ടെ എന്ന രീതിയിൽ പറയുന്നുണ്ട്. അതാണ് പറഞ്ഞത്. കുറേ വർഷമായില്ലേ ലാസ്റ്റ് ഗെയിം പറയുന്നത്. സോ റൊണാൾഡോക്ക് വേണ്ടി പോർച്ചുഗൽ ജയിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വർഷങ്ങളായി ഇഷ്ടപ്പെടുന്ന ബ്രസീലിനെ തൽക്കാലം ഇത്തവണ ഒന്ന് മാറ്റി വെക്കാം. അതാണ് ഈ റൊണാൾഡോനെ ഇഷ്ടപ്പെടാൻ കാരണം ഈ ഒരു പ്രായത്തിലുമുള്ള ഒരു കളിമികവ് അതൊക്കെ ആണോ? അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ കണ്ടുപഠിക്കാൻ ശ്രമിക്കുമല്ലോ. അതെ, ഞാൻ പറഞ്ഞില്ലേ, റൊണാൾഡോൻ്റെ മെൻറ്റാലിറ്റിയും പിന്നെ ഇത്രയും വയസ്സായിട്ടും ആ ഒരു കളി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ദെൻ കളിയോടുള്ള ഡെഡിക്കേഷൻ എല്ലാം വെച്ച് നോക്കുമ്പോഴും റോൾ മോഡലായിട്ട് വെക്കാൻ പറ്റിയ ഒരു ഫോർ മീ ഈസ് ദ ബെസ്റ്റ്. അപ്പോൾ ഇതെല്ലാവരും പറയുന്നത്, ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു, നമുക്ക് ഈ അർജൻറ്റീനക്കും ബ്രസീലിനും ഒക്കെ വേണ്ടി കൈയടിച്ചുകൊണ്ടിരിക്കാം, ഇന്ത്യൻ ടീം എപ്പോഴാണ് വേൾഡ് കപ്പ് കളിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വനിതാ ടീമിനെ കുറിച്ച് തന്നെ ചോദിക്കാം. വനിതാ ടീം ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഏഷ്യൻ കപ്പിന് വേണ്ടി ക്വാളിഫൈ ചെയ്തു. ദെൻ ഏഷ്യൻ കപ്പ് കളിച്ചു കുറേ വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അങ്ങനെ ഏഷ്യൻ കപ്പിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയത് എന്താ പറയുക, ആ ഒരു ക്വാളിഫൈ ചെയ്താൽ നമ്മൾ വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യാം. ആ ഒരു കളി ജയിച്ചു, ലാസ്റ്റ് കളി. സോ നമ്മൾ ചൈനീസ് തായ്പേയോട് തോറ്റുപോയി. അതുകൊണ്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല വേൾഡ് കപ്പ്. സോ ഐ ഹോപ്പ് വരുന്ന വർഷങ്ങളിൽ നമ്മൾ ലൈക്ക് ഇഫ് നമുക്ക് ഏഷ്യൻ കപ്പ് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ വേൾഡ് കപ്പും ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്ന്, കളിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. മെൻസിനെ മുമ്പേ വുമൻസ് കളിക്കുന്ന എൻ്റെ ഒരു ഒപ്പീനിയൻ. എത്തും. ഇപ്പം നടക്കുന്ന പുരുഷ ലോകകപ്പ് മത്സരങ്ങളാണ്. അപ്പോൾ പുരുഷ ലോകകപ്പ് ടീം ഇപ്പോൾ 139 സ്ഥാനമാണെന്ന് തോന്നുന്നല്ലേ? എന്താണ് പുരുഷ ലോകകപ്പ് ടീമിനെ കുറിച്ചുള്ളൊരു വിലയിരുത്തൽ? ഇന്ത്യൻ ടീമിന് എന്താ പറയുക, നോ കമൻറ്റ്. നമ്മൾ കളിക്കുന്ന ടീമിനെ കുറിച്ച് മാത്രമാണ്. എന്താ പറയുക, മെൻസ് ടീമിനെ കുറിച്ചൊന്നും പറയാനില്ല.
വിമൻസ് ടീം ഇപ്പോൾ എന്താ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സാഫ് കപ്പ് അടിച്ചു, ഏഷ്യൻ കപ്പ് ക്വാളിഫൈ ചെയ്തു. സോ വിമൻസ് ഈസ് ഡൂയിങ് ബെറ്റർ ദാൻ മെൻസ്. സോ അപ്പോൾ അതിൻ്റേതായ ബട്ട് ഫെസിലിറ്റീസും എല്ലാം മെൻസിനാണ് കൂടുതൽ കിട്ടുന്നത് വിമൻസിനെക്കാട്ടിയും. സോ ഇല്ല, ഈവൻ ക്ലബ്സിൽ കളിക്കുമ്പോഴും നമുക്ക് ഏൺ ചെയ്യുന്ന മണി എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ മെൻസിന് വെച്ച് നോക്കുമ്പോൾ സോ അതെല്ലാം ചേഞ്ചായി വന്നാൽ, അതുപോലെ ഫെസിലിറ്റീസ് എല്ലാം കിട്ടിയാൽ നമ്മൾ ഇപ്പോൾ കളിക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടി ഇമ്പ്രൂവായി കളിക്കാൻ പറ്റും. അങ്ങനെ വനിതാ ടീമിന് കൂടുതൽ പരിഗണന കിട്ടണം, കൂടുതൽ എന്നല്ല തുല്യ പരിഗണന. തുല്യ പരിഗണന. അപ്പോൾ നമ്മളിടയിൽ സംസാരിച്ചത് ഇത്തവണ ലോകകപ്പ് റൊണാൾഡോയ്ക്ക് വേണ്ടി. മാളവികയാണ് സാഫ് ഗെയിംസിലെ വിജയത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ലോകകപ്പിൻ്റെ വിശേഷങ്ങളും സംസാരിച്ചത്. ഏതായാലും വളരെ രസകരമായ ഒരു കാര്യം, ബ്രസീൽ ഫാനാണ്, ഇഷ്ടതാരം റൊണാൾഡോയാണ്. അതുകൊണ്ട് ഇത്തവണ റൊണാൾഡോയ്ക്ക് ഒരു ലോകകപ്പ് കിട്ടുന്നതിന് വേണ്ടി പോർച്ചുഗൽ വിജയിക്കട്ടെ എന്നാണ് മാളവിക ആഗ്രഹിക്കുന്നത്. ഏതായാലും വളരെയധികം സന്തോഷം ഇത്രയും നേരം കൈരളി TV യുമായി സംസാരിച്ചതിന്. ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.